നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇതാ ഗൾഫ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ചരിത്ര നിമിഷത്തിലേക്ക് കടക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു മാർപ്പാപ്പ ഇറാഖിലേക്ക് എത്താനിരിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇറാഖ് പര്യടനം വെള്ളിയാഴ്ച ആരംഭിക്കും. കോവിഡ് വീണ്ടും പിടിമുറുക്കിയ രാജ്യത്ത് ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾക്ക് പിന്നാലെയാണ് സന്ദർശനം. ഇറാഖിലേക്ക് പുറപ്പെടും മുമ്പ് പോപ്പിന്റെ സംഘത്തിലെ എല്ലാവർക്കും കുത്തിവയ്പ് നൽകുന്നതായിരിക്കും. 3 ദിവസം സന്ദർശനം നീളുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. അടുത്തിടെ തീവ്രവാദി ആക്രമണങ്ങൾക്ക് ശമനമുള്ള രാജ്യത്തെത്തുന്ന മാർപ്പാപ്പയ്ക്ക് എല്ലാ സുരക്ഷയും ഉറപ്പാക്കുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തു. 8 വർഷത്തിനിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തുന്ന 33ാം വിദേശ സന്ദർശനം കൂടിയാകുന്നു ഇത്. ബാഗ്ദാദിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ വിരുന്നോടെയാകും പര്യടനത്തിന് തുടക്കം കുറിക്കുക. പ്രസിഡന്റ് ബർഹാം സാലിഹ്, പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖാദിമി എന്നിവർ പങ്കെടുക്കുന്നതായിരിക്കും. തുടർന്ന് സീറോ കാത്തലിക് കത്തീഡ്രൽ ബിഷപ്പുമാർ, പാദ്രിമാർ എന്നിവരെ കാണുകയും ചെയ്യും. നജഫിലെത്തിയ ഷിയ ആത്മീയ നേതാവ് ആയത്തുള്ള അലി സിസ്താനിയെ സന്ദർശിക്കുകയും ചെയ്യും. ഇർബിൽ, മുസിൽ, ഖർഖൂഷ് നഗരങ്ങളിൽ ക്രിസ്ത്യൻ നേതാക്കളെ കാണുകയും ചെയ്യും. ഇവിടങ്ങളിൽ സമുദായ വിഷയങ്ങളും ദേവാലയ നിർമ്മാണവും ചർച്ച നടത്തും. മൂസിൽ IS ഇരകളായി കൊല്ലപ്പെട്ട ക്രിസ്തീയ സഹോദരങ്ങൾക്ക് പ്രത്യേക പ്രാർത്ഥനയും നടത്തുന്നതായിരിക്കും. IS തകർത്ത ശേഷം പുനർനിർമ്മിച്ച സെന്റ് മേരി അൽ താഹിറ കത്തീഡ്രലും സന്ദർശനം നടത്തും. ഇർബിലിൽ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വൻ ജനസാന്നിധ്യത്തിൽ നടക്കുന്ന കുർബാനയാണ് പ്രധാന ആകർഷണം. IS പിടിമുറുക്കിയ ഇറാഖിൽ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടെ ക്രിസ്തീയ ജനസംഖ്യയിൽ വൻ ഇടിവുണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനു പിന്നാലെ ഗൾഫ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ആകാംക്ഷയോടും അമ്പരപ്പോടും കൂടിയാണ് ഈ ചരിത്ര പര്യടനത്തെ ഉറ്റുനോക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.